ആ പറഞ്ഞു. നമ്മളിപ്പോൾ മാംഗോ മെലോസി വന്നു. മാംഗോ മെലോസിനാണ് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇങ്ങോട്ടിരുന്നോ. കുറച്ച് താരം അമ്മ എങ്ങനെ പിടിക്കാമോ? കുഞ്ഞ് സ്ലൈഡല്ലോ. നമ്മൾ പാർക്കിൽ വന്നപ്പോൾ നമ്മുടെ സുഹൃത്ത് രാജേഷിൻ്റെ വൈഫ് സൂര്യ, കുഞ്ഞിക്കണ്ണ അവരും കൂടി ദാമിക്കുട്ടിയൊക്കെ അമ്മയുണ്ട്. അവരോട് പാർക്ക് കാണാൻ വന്നിട്ടുണ്ട്. അവർ എൻട്രി ആകുന്നേ ഉള്ളൂ. നമ്മളിവിടെ എൻട്രി ആയിട്ട് കുറേ നേരമായി. ഇവർ രണ്ടുപേരാണ് ഫ്രണ്ട്സ് കേട്ടോ. ഇവരാണ് ഫ്രണ്ട്സ്. ഇതൊന്നും അറിയാമല്ല. ഇതാണ് കുഞ്ഞിക്കിളി, ഫ്രണ്ട്സാണ് കേട്ടോ. സിയാർത്തിയുടെ ആ ചേ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് കേട്ടോ. പാർക്ക് കാണാനായിട്ട് ഞങ്ങൾ നടക്കുകയാണ്. ഇത് കുട്ടികളുടെ ചെറിയ പാർക്കുണ്ട്. കുട്ടികളൊക്കെ അങ്ങോട്ട് കയറിയിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇതാണ്. എന്താ ഈ തത്വമസി എന്ന് എഴുതിയിരിക്കുന്നതാണ്. അതായത് ശബരിമല എഴുതിയിരിക്കുന്ന പോലെ തന്നെയാണ് പുള്ളി അത് എഴുതിയിരിക്കുന്നത്. അത് നീ ആവുന്നു. അവരിതൊരു പൂജാപുഷ്പങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ് അവരുടെ. ഇതിനകത്തൊരു കാവുണ്ട്, കുളമുണ്ട്. ആ കാവും കുളമൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ കുളത്തിലേക്ക് പോകുന്ന വഴി. ഇത് കുളത്തിൽ മീനൊക്കെ ഉണ്ട് കേട്ടോ. കൊടുക്കാൻ പോവാം കേട്ടോ. മീന് തീറ്റ അങ്ങ് ഇറങ്ങിയോ തീറ്റ ഇടുമ്പോൾ മീൻ ഓടി വരും. കണ്ടോ മീൻ നിൽക്കുന്ന കണ്ടോ വന്ന കണ്ടോ മീമി വന്നാൽ കണ്ടോ. മീമിക്ക് തീറ്റ ഇട്ട് കൊടുക്കാൻ മീമി എല്ലാം ഓടി വരുന്ന ഇവിടുന്ന് വരുന്നുണ്ട് കണ്ടോ മീമി. കൊച്ചിടണ്ട, കൊച്ചിനെ ഇടാൻ പറ്റത്തില്ല. അവരൊരു ഫാമിലിയാ. പരശുരാമൻ ഇതുണ്ട
ശരിക്കും വായിക്കേ. ഇത് കേരളം പുനഃസൃഷ്ടിച്ചെന്നൊക്കെ ഐതിഹ്യത്തിൽ പറയുന്ന ഋഷി പരശുരാമൻ്റെ ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. ഇവിടെ ആ ചെറിയൊരു താമരക്കുളമൊക്കെ ഉണ്ട്. ഒരു താമരയുടെ കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നുണ്ട് കേട്ടോ. ദൈവികമായ ഇരിപ്പിടമാണ് താമര. താമര ആത്മീയ ഐതിഹ്യങ്ങളുടെ പ്രതീകമാണ്. ഹിന്ദു വിശ്വാസത്തിൽ ലക്ഷ്മി ദേവിയുടെയും സരസ്വതി ദേവിയുടെയും ഇരിപ്പിടമാണ് താമര. കൂടാതെ നന്മ, സൗന്ദര്യം, സമ്പത്ത്, ഔന്നത്യം, അറിവ് എന്നിവയുടെ പ്രതീകം കൂടിയാണ് പക്ഷി. താമരയുടെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണ്. ചൈനക്കാർ പുരാതന കാലം മുതൽക്കേ പ്രധാന പോഷകാഹാരമായിട്ടാണ് താമര വേരിനെ കണ്ടിരുന്നത്. താമര ഇതളുകൾ ഏറെ സുഗന്ധവാഹികളാണ്. ആയതിനാൽ സുഗന്ധദ്രവ്യങ്ങളും സുഗന്ധലേപനങ്ങളും നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. താമര ഇലയുടെ നീര് പനി, ശരീരവേദന എന്നിവയ്ക്ക് ഉത്തമമാണ്. കൂടാതെ ഗർഭാശയ രോഗങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. പൂക്കളാകട്ടെ രക്തം, കഫം, പിത്തം എന്നിവ മൂലമുണ്ടാകുന്ന അസുഖങ്ങൾക്ക് ഒരു ഉത്തമ ഔഷധമാണ്. നമ്മുടെ ദേശീയ പുഷ്പം കൂടിയാണ് താമര. താമരയുടെ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. അത് നമ്മുടെ കുട്ടികൾ അവർ ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇതാണ് താമരക്കുളമാണ് കേട്ടോ. ഇത് താമരക്കുളമുണ്ട്. ഇത് കുഞ്ഞിക്കിളിയും സ്വീകാർത്തിയെയും അവർ കുറേ നേരമായി പാർക്കിൽ നിന്ന് എല്ലാം കറങ്ങി അടിച്ച് നടക്കുകയാണ്. ഇത് കുഞ്ഞിക്കിളിയുടെ അച്ഛനാണ് കേട്ടോ. കയറുവാ, ഇങ്ങ് കയറുവാ. അവളെ ഞങ്ങൾ ചെറിയ രീതിയിൽ വ്ലോഗ് ചെയ്യുകയാണ്. ഇതുകൊണ്ട് ഇത് എടുത്ത് കേട്ടാ. ആരറിയാം. ആയിട്ടുള്ള കാര്യം ചെയ്യിക്കാൻ പോവാണ്. അങ്ങോട്ട് പോകും. അവിടെയുണ്ട് ദാമക്കുട്ടി. വാ ദാമക്കുട്ടി, വാ. ഇതിനകത്തൊരു വലിയ കുളമുണ്ട് കേട്ടോ. ആ കുളത്തിൽ ഇഷ്ടം പോലെ മീനുകളൊക്കെ ഉണ്ട്. മെല്ലെ അങ്ങോട്ട് പോകും. മീൻ ഓടിച്ച് കളയല്ലേ. ദാമക്കുട്ടി, ഈ ബക്കറ്റിൽ തീറ്റ ഇരിപ്പുണ്ട്. അടുത്ത് എറിഞ്ഞു കൊടുത്തേ. ഈ ബക്കറ്റിൽ നിന്ന് കുഞ്ഞിക്കിളി എടുത്തു. ഒരു പാമ്പ് വന്നിരിക്കുന്നത് കണ്ടോ. പാമ്പ് കണ്ടോ കണ്ടോ കണ്ടോ. പാമ്പ് വന്നിരിക്കുന്നു. എറിയണ്ട. പാമ്പുണ്ട്. പാമ്പ് കണ്ടോ. ഒരു പാമ്പ്, മീൻകുളത്തിൽ പാമ്പ് വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. അന്നേരമാണ് അവൻ വന്നത്. ഇതിലെ ഈ സ്റ്റെപ്പിൻ്റെ സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതാ പാമ്പ്. അവൻ അരിയിൽ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ്. കണ്ടോ കുഞ്ഞുങ്ങളി. പാമ്പ് കണ്ടോ കുഞ്ഞുങ്ങളി. പാമ്പ് ദിവസം പാമ്പിനെ കണ്ടോ. അയ്യോ കുഞ്ഞുങ്ങളി ഇറങ്ങിപ്പോവല്ലേ. പാമ്പാണ്ട ആണ്ടാണ്ട പാമ്പ് നിൽക്കുന്നത് കണ്ടോ. കണ്ടോ കുഞ്ഞുങ്ങളി പാമ്പ്. പാമ്പിനാണ് നിങ്ങൾ തീറ്റ ഇട്ട് കൊടുക്കുന്നത്. അവിടെ പാമ്പ് പോവാ. ഇത് പാമ്പിന്റെ വീടാണ് കേട്ടോ. ഇത് സർപ്പക്കാവാണ് കേട്ടോ. ഇതിനകത്ത് ചിലപ്പോൾ പാമ്പ് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടാകുക. നെക്കൊലി ആയാലും ഉണ്ടോ. സർപ്പക്കാവൊക്കെ ഉണ്ട് ഇവിടെ. അതുകൊണ്ടാണ് പാമ്പൊക്കെ ഉള്ളത്. ഊഞ്ഞാലൊക്കെ ആടാം നമുക്ക്. അതിനൊക്കെ സമയമുണ്ട്. കണ്ടു കഴിഞ്ഞാൽ വന്നിട്ടൊക്കെ നമുക്ക് ആടാം. ഇവിടെ കാട്ടിനകത്തൊരു കൊമ്പനാന നിൽപ്പുണ്ട്. കുഞ്ഞുങ്ങളിക്ക് ആ കൊമ്പനാനെ പേടിയാ. ഒരു കൊമ്പനാന നിൽപ്പുണ്ട് കണ്ടോ. ദിവസേ കൊമ്പനാനെ കണ്ടോ. ദിവസേ കൊമ്പനാനെ കണ്ടോ. കൊമ്പനാനെ കണ്ടോ. അവൻ കൊമ്പനാനെ കണ്ട് അല്ലേ. അങ്ങോട്ട് പോന്ന നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ആനയുടെ കാലല്ലേ. ആന കാടിനകത്ത് കയറി നിൽക്കുക കണ്ടോ. ആന കാടിനകത്ത് കയറി നിൽക്കുക. ആന കാടിനകത്ത് കയറി നിൽക്കുക. ആന കാടിനകത്താണ് കയറി നിൽക്കുന്നത്. പേടിക്കണ്ട കേട്ടാ.
ഇവിടെ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക് പോകുന്ന വള്ളം തുഴയുന്നുണ്ട്, പ്രൈവറ്റ് പൂളുണ്ട്, പെഡൽ ബോട്ടുണ്ട്, ബാസ്ക്കറ്റ് ബോട്ടുണ്ട്, ഫിഷിംഗ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഈ അരളി എന്ന് പറഞ്ഞ ഒരു ചെടിയുണ്ട്. ആ ചെടി ഇവിടെയുണ്ട്. ആ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിരോഷിമ നാഗസാക്കിയിൽ അണുബോംബ് സ്ഫോടനം നടന്നിട്ട് ഏറ്റവും ആദ്യമായിട്ടുണ്ടായത് അരളിച്ചെടിയാണ്. ആ അരളിച്ചെടി അവിടെ ഉണ്ടാവുകയും വേറെ ഒരു ചെടി അവിടെ ഉണ്ടായില്ല. ആ അരളിച്ചെടി ഉണ്ടായതിന് ശേഷം ആണ് ആ രാജ്യം പുരോഗതിയിലേക്ക് വന്നു. ആ ജപ്പാൻ്റെ ഔദ്യോഗിക പുഷ്പവും ഈ അരളിയാണ്. നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ അരളി വിഷമയമാണെന്നും പറഞ്ഞിട്ട് അരളിനെ ഇല്ലാണ്ടാക്കാൻ ഒരു കൊണ്ടുപിടിച്ച ശ്രമം നടക്കുന്നുണ്ട്. അരളി പൂ വെച്ച് പിടിപ്പിക്കുക, അത് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, പൂവായിട്ട് കണ്ടാൽ പോരെ. അപ്പോൾ അരളിയെ നിലനിർത്തുന്നതല്ല ഏറ്റവും നല്ലത്. ആ ദേവസ് ചേച്ചിയുടെ കൂടെ പോയോ? താണ്ടോ കയ്യെ പിടിക്കല്ലേ, കുഞ്ഞിക്കിളി കയ്യെ പിടിക്കുന്നതിന് ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. അല്ല ദാമിക്കുട്ടി എല്ലാവിധ ചെടികളെയും അവരിവിടെ സംരക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കാണണമെങ്കിൽ ഇവിടെ വന്നാലേ ഇത് കാണാൻ പറ്റുള്ളൂ. നമുക്കത് ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ദിവസം രക്ഷപ്പെട്ടു പോവാളോ ദിവസം. ആണ് ചേച്ചിയെ വിളിച്ചേ. ആ കുഞ്ഞിക്കിളിയോടാണ് കേട്ടോ ഇഷ്ടം. ആണ്ടെ കുഞ്ഞിക്കിളിയുടെ അടുത്തൊക്കെയാണ് പോയത്. ആ ദിവസേ ആണ്ടോ നമുക്കിട്ട് പറയാതെ കേക്ക്. ഇവിടെ മീൻ കുളം ഉണ്ട് കേട്ടോ. ആ കുളത്തിൻ്റെ ഇങ്ങേ സൈഡിൽ നമുക്ക് വരാം. ഇവിടെ മീനെ തീറ്റയിട്ട് കൊടുക്കാം കേട്ടോ. ആണ്ടോ വലിയ മീൻ നിപ്പുണ്ട്, വലിയ നിപ്പുണ്ട്. ആ നിൽക്കുന്നത് അങ്ങോട്ട് നോക്കി. ആ വലിയ മീനുണ്ട്. ഇതാ സിലോപ്പിയ അല്ലെ മറ്റാ ഇതൊക്കെ ആയിരിക്കുന്നേ. രോഹു കടലൊക്കെ ഇല്ലേ, വളർത്തുന്ന വലിയ മീനുകളില്ലേ, രോഹു കടല സിലോപ്പിയ അങ്ങനെയുള്ള മീനുണ്ട്. ബോട്ടിങ്, ഒരു ബോട്ടിങ് ഉണ്ട്, ചെറിയ ബോട്ടിങ്. ആ സിയാർത്തിങ് നോക്കി. കുഞ്ഞുങ്ങളെ കേട്ടോ നോക്കി. കുഞ്ഞുങ്ങളെ അത് ചെറിയ ബോട്ടിങ്. നമ്മൾ ആ ചേട്ടനാണ് വള്ളം തുഴയുന്നത്. ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? ഗിരീഷ് എന്ന് പറഞ്ഞ ചേട്ടനാണ് കേട്ടോ നമ്മുടെ വള്ളം തുഴയുന്നത്.